ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴൊരു ചട്ടിയിലോട്ട് 2-3 തക്കാളിയും കുറച്ച് തേങ്ങാപ്പാലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോഴിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു മിക്സഡ് ജാറൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചധികം വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഞാനൊരു 8-9ഓളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയുടെ തണ്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്ത് ഇതൊന്ന് ക്രഷാക്കി കൊണ്ടുവരാം. ഇതുപോലെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇടികല്ലിൽ ഒന്ന് ഇടിച്ചെടുത്താലും മതി. ഇനി ഒരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലോട്ട് നമ്മുടെ തക്കാളി ഉണ്ടല്ലോ, ഞാനൊരു 3 നല്ല പഴുത്ത് നോക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത് തന്നെ നോക്കി എടുക്കുക കേട്ടോ. അത് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് പിഴിഞ്ഞ് ഇങ്ങനെ ഉടച്ചെടുക്കണേ. അപ്പം ഒരുപാട് പഴുത്തതൊന്നും അല്ലെങ്കിൽ പാടായിരിക്കും. ഇത് കുറച്ചധികം കഷ്ടപ്പാടുണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ല. നല്ല പോലെ ഒന്ന് അങ്ങ് ഞെക്കി പിഴിഞ്ഞ് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണേ. അപ്പോൾ അത്യാവശ്യം ഞാനെല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെയാണ് നമുക്കൊന്ന് കിട്ടേണ്ടത്. നല്ല പോലെ ഒരുപാടൊന്നും കട്ടകളൊന്നും, അതായത് ഒരുപാട് വലിയ വലിയ പീസായിട്ട് കിടക്കാതെ അത്യാവശ്യം എല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. പിന്നെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കിടന്നാലും കുഴപ്പമില്ല. ഈ ഒരു ഷേപ്പ്, ഈ ഒരു പാകത്തിനാണ് ഞാനൊന്ന് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു അത്യാവശ്യം ഒരു നെല്ലിക്ക സൈസ് വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ നീരെടുത്ത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് നമ്മുടെ പ്രധാന ഐറ്റമാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ. അപ്പോൾ ഈ തേങ്ങാപ്പാൽ കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ല കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തേക്കുന്നത്. 2-ാം പാലും 3-ാം പാലും കൂടെ മിക്സാക്കി എടുത്തേക്കാണ്. അപ്പോൾ ഇത് ചേർത്തിട്ട് എല്ലാം കൂടെ ഇതൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഞാനൊരു 2 കപ്പോളം തേങ്ങാപ്പാൽ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ടുള്ള തേങ്ങാപ്പാൽ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നല്ല പോലെ അങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് ഒരു ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കടുക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്, ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു 2-3 വറ്റൽമുളക് ഒന്ന് പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളക് ഒന്ന് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇനി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഇനി നമ്മൾ നേരത്തെ ഇവിടെ ക്രഷ് ആക്കി വെച്ചേക്കുന്ന ഐറ്റം ഉണ്ടല്ലോ, അതാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ചതയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ മിക്സിയുടെ ജാറിലങ്ങ് ക്രഷ് ആക്കി എടുത്തത്. അധികം സമയമൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അല്ല നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സമയം ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ ഇടികല്ലിലിട്ട് നല്ലപോലെ ചതച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന തേങ്ങാപ്പാലും തക്കാളിയായിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം തേങ്ങാപ്പാലും കൂടെ ചേർക്കുന്നുണ്ട്. കാര്യം ഞാൻ നേരത്തെ എടുത്തതിൽ കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം തേങ്ങാപ്പാൽ വേണം എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലവാകും. അതുകൊണ്ട് ഞാൻ ഒരല്പം കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വീണ്ടും നല്ലപോലെ നിങ്ങൾ മിക്സാക്കി ഇത് നല്ലപോലെ നിങ്ങൾ തിളപ്പിക്കണം. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഉപ്പൊക്കെ നമുക്ക് ഈ ഒരു സമയത്തൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഞാനൊന്ന് വേവിക്കുന്നുണ്ട്. ഇതാണ്ട് ഇപ്പം നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സമയമാകുമ്പോഴേക്കും ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തുവാ സംഭവം എന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇതാണ് നമ്മുടെ തേങ്ങാപ്പാൽ രസം. നല്ല ടേസ്റ്റിയാണ്. ഒരു വട്ടമെങ്കിലും നമ്മൾ ട്രൈ ആക്കി നോക്കേണ്ട ഐറ്റമാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ഉടനെ തന്നെ ജസ്റ്റ് മിക്സ് ആക്കണേ.
പിന്നെ ഇതിന് തീയൊന്നും ഇടേണ്ട ആവശ്യമില്ല, നമുക്ക് ഇറക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തേങ്ങാപ്പാൽ രസം കണ്ടോ, ഒരു വട്ടമെങ്കിലും ട്രൈ ആക്കി നോക്കേണ്ട ഐറ്റമാണ്. ഇതിൻ്റെ കൂടെ കറികളൊന്നും ഇല്ലെങ്കിൽ, വേറെ സൈഡൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇത് തന്നെ ഒഴിച്ച് ചോറ് കഴിക്കാം കേട്ടോ. പിന്നെ ഒരു മീൻ പൊരിച്ചതോ ഒരു പൊട്ടറ്റോ ഫ്രൈയോ അല്ലെങ്കിൽ ഒരു പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് ചോറിൽ മുങ്ങാ പാകത്തിനങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കഴിക്കണം, പൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.